Everyone, welcome to my classroom. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് എൻ്റർപ്രൈസ് വെൻ ഫിക്സഡ് ആൻഡ് വാരിയബിൾ എക്സ്പെൻസസ് ആർ ഗിവൺ. അതായത് എൻ്റർപ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ സിറ്റുവേഷൻ എ ഡിസ്കസ് ചെയ്തു, ബി ഡിസ്കസ് ചെയ്തു, ബിയിൽ 3 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സി ആണ്. സിയിൽ എങ്ങനെയാണ് എൻ്റർപ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഫിക്സഡും അതുപോലെ വാരിയബിൾ എക്സ്പെൻസസും തരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൻ്റർപ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ വീണ്ടും നോക്കുക, പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇവിടെ പ്രത്യേകത എന്താണ്? ഫിക്സഡ് എക്സ്പെൻസും തന്നിട്ടുണ്ടായിരിക്കും, വാരിയബിൾ എക്സ്പെൻസസും തന്നിട്ടുണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു ദ വാരിയബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വാരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് എക്സ്പെൻസസ് റിമെയിൻ ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് മാറാതെ റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ മാറ്റമൊന്നുമില്ലാതെ ഫിക്സഡ് ആയിട്ടായിരിക്കും ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് എക്സ്പെൻസസിൽ കൂടുതലോ കുറവോ സംഭവിക്കുന്നില്ല. ബട്ട് ഫിക്സഡ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച്. പക്ഷേ നമുക്കറിയാം ഫിക്സഡ് എക്സ്പെൻസ് പെർ യൂണിറ്റ് ചേഞ്ച് ആവുകയും ചെയ്യും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാരിയബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ ദാറ്റ് വിൽ അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് വാരിയബിൾ കോസ്റ്റിലും ചേഞ്ച് വരും. വെൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് വാരിയബിൾ എക്സ്പെൻസ് ഓൾസോ ഇൻക്രീസ് പ്രൊപ്പോർഷനേറ്റ്ലി ആൻഡ് വൈസ് വേഴ്സ. അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് വാരിയബിൾ കോസ്റ്റും കൂടും, ക്വാണ്ടിറ്റി കുറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് കുറയും. ദിസ് ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് വാരിയബിൾ എക്സ്പെൻസ്. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? വാരിയബിൾ എക്സ്പെൻസും പ്രൊഡക്ഷൻ്റെ വോളിയം തമ്മിൽ ഡയറക്റ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, ദെൻ വാരിയബിൾ എക്സ്പെൻസ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സഡ്. പക്ഷേ വാരിയബിൾ എക്സ്പെൻസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിറ്റിന് വാരിയബിൾ എക്സ്പെൻസ് ഇത്രയെന്ന് പറയില്ലേ, അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ടോട്ടൽ എമൗണ്ടിലാണ് മാറ്റം വരിക. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ്? ഫിക്സഡ് എമൗണ്ടിൽ മാറ്റം വരില്ല, പക്ഷെ പെർ യൂണിറ്റ് മാറുകയും ചെയ്യും. സെമി വാരിയബിൾ എക്സ്പെൻസ് ആർ ദോസ് വിച്ച് ആർ നെയ്തർ ഫുള്ളി ഫിക്സഡ് നോർ ഫുള്ളി വാരിയബിൾ. സെമി വാരിയബിൾ എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഫുള്ളി ഫിക്സഡ് ആവും, അതല്ലെങ്കിൽ ഫുള്ളി വാരിയബിൾ എന്ന് വെച്ചാൽ ഫുള്ളി ഫിക്സഡും ആയിരിക്കില്ല, ഫുള്ളി വാരിയബിളും ആയിരിക്കില്ല. പാർഷ്യലി വാരിയബിളും പാർഷ്യലി ഫിക്സഡും ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെമി വാരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഒരു പാർട്ട് ഫിക്സഡ് ആയിരിക്കും, ഒരു പാർട്ട് വാരിയബിൾ ആയിരിക്കും. ഇഫ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി ഫിക്സഡ് ആൻഡ് വാരിയബിൾ എക്സ്പെൻസസ് ആർ ഗിവൺ ഇൻ എ ക്വസ്റ്റ്യൻ ദി എൻ്റർപ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദി ഇൻസ്ട്രക്ഷൻ ഗിവൺ ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക. വാരിയബിൾ എക്സ്പെൻസും ഫിക്സഡ് എക്സ്പെൻസും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ കണക്കാണ് തന്നിട്ടുള്ളത്. കമ്പനി ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് എ മാനുഫാക്ചറിംഗ് കമ്പനി കൺസൾട്ട് യു ആസ് ദി മിനിമം പ്രൈസ് അറ്റ് വിച്ച് ഹി ക്യാൻ സെൽ ദി ഔട്ട്പുട്ട് ഓഫ് one of the department of the company. The company's records show the following particulars for this department for the previous year. പ്രൊഡക്ഷനും സെയിൽസ് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷനും അതുപോലെ സെയിൽസും. ഓക്കെ, മെറ്റീരിയൽ എന്ന് പറയുന്നത് 39,000, ലേബർ 21,000, ഡയറക്റ്റ് എക്സ്പെൻസ് 3,000 ആൻഡ് ഫാക്ടറി ഓൺ കോസ്റ്റ് 21,000, ഓഫീസ് ഓൺ കോസ്റ്റ് 8,400, സെയിൽസ് എക്സ്പെൻസസ് 96,000, പ്രോഫിറ്റ് 15,000, സെല്ലിംഗ് പ്രൈസ് 1,17,000. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസസ് ആണ്. ഇനി ഇഫ് ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ഫ്രം ദി റെക്കോർഡ്സ് ദാറ്റ് 40% ഓഫ് വർക്ക്സ് ഓൺ കോസ്റ്റിൻ്റെ 40% എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ഡയറക്റ്റ്ലി വിത്ത് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? മാറ്റം വരുന്നുണ്ട്. അതായത് വർക്ക്സ് ഓൺ കോസ്റ്റിൻ്റെ 40% വാരിയബിളാണ്. അപ്പോൾ നിങ്ങളവിടെ ആ 40% എഴുതി കൊടുത്ത് വി എന്ന് എഴുതാം കേട്ടോ, വാരിയബിൾ ആണത്.
അതുപോലെ തന്നെ 70% ഓഫ് സെല്ലിംഗ് ഓൺ കോസ്റ്റ് ഫ്ലക്ച്വേറ്റ് വിത്ത് സെയിൽസിൻ്റെ വോള്യൂം കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരും 70%. അപ്പോൾ സെല്ലിംഗ് ഓൺ കോസ്റ്റിൽ 70% വേരിയബിളാണ്. ഇറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് പ്രൊഡ്യൂസ് ആൻഡ് സെൽ 1000 യൂണിറ്റ്സ് പെർ ആനം ആൻഡ് ഡയറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്ന ഇൻഫർമേഷൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ 1000 യൂണിറ്റാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ റെഡ്യൂസ് ബൈ 20%. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 20% കുറയും. പക്ഷേ ഫിക്സഡ് വർക്ക്സ് ഓൺ കോസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 9000. പക്ഷേ ഫിക്സഡ് വർക്ക്സ് ഓൺ കോസ്റ്റ് 9000 രൂപ കൂടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. 1000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ലേബർ കോസ്റ്റ് കുറയും 20%. വർക്ക്സ് ഓൺ കോസ്റ്റ് ഫിക്സഡ് വർക്ക്സ് ഓൺ കോസ്റ്റ് 9000 കൂടുകയും ചെയ്യും. പിന്നെ ഓഫീസ് ഓൺ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് സെല്ലിംഗ് ഓൺ കോസ്റ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ഷോ ആൻ ഇൻക്രീസ് ഓഫ് 25%. ഓഫീസ് ഓൺ കോസ്റ്റും സെല്ലിംഗ് ഓൺ കോസ്റ്റും 25% കൂടും. ബിസൈഡ്സ് കൂടാതെ ദീസ് നോ അതർ ചേഞ്ചസ് ആർ ആൻറ്റിസിപ്പേറ്റഡ്. ഇത് കൂടാതെ വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സബ്മിഷൻ ടു യുവർ ക്ലയൻറ്റ്. നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക. 100 യൂണിറ്റിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക. അതിനുശേഷം 1000 യൂണിറ്റിന് വേറൊരു കോസ്റ്റ് ഷീറ്റ് കാണാം. ഓക്കെ, ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കല്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഷീറ്റ് ഹെഡിങ് ഒക്കെ കൊടുത്തു. മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടലും എഴുതുക, കോസ്റ്റ് പെർ യൂണിറ്റും എഴുതുക. ടോട്ടൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 39,000 ആണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് നിങ്ങളിത് കാണാവൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്യുക. ക്വസ്റ്റ്യനിൽ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ മെറ്റീരിയൽ നമുക്ക് 39,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ്? 390. എങ്ങനെ കിട്ടിയത്? 39,000 ഡിവൈഡഡ് ബൈ 100 യൂണിറ്റ് അല്ലേ? 100 യൂണിറ്റ് ആകുമ്പോൾ ഒരു യൂണിറ്റിന് 390 രൂപയാണ് കിട്ടുക. ലേബർ കോസ്റ്റ് 21,000 ആണ്. ഡിവൈഡ് ബൈ 100 210. ഡയറക്റ്റ് എക്സ്പെൻസ് പറയുന്നത് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 3,000 ആണ്. നമുക്ക് 30. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 3 കൂടെ ആഡ് ചെയ്തതായിരിക്കും പ്രൈം കോസ്റ്റ് 63,000. ഒരു യൂണിറ്റിന് 630. ഇനി നമുക്ക് ഫാക്ടറി ഓൺ കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഫാക്ടറി ഓൺ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 21,000 ടോട്ടലാണ് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെടുത്ത് പറയുന്നുണ്ട് പാരഗ്രാഫിൽ എന്താണ്? 60% ഫിക്സഡ് ആണ്. അതായത് വാരിയബിൾ എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ ബാക്കി എന്തുതന്നെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഫാക്ടറി ഓൺ കോസ്റ്റ് 40% ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്, വേരിയബിളാണ്. അപ്പോൾ 40% വേരിയബിളാണ്. വേരിയബിൾ 40% ആണെങ്കിൽ ബാക്കിയുള്ള 100-ൽ ബാക്കി എത്ര ഉണ്ടാവുക? 60% അല്ലേ? ആ 60% ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ 21,000-ൻ്റെ 60% ഫിക്സഡും വേരിയബിൾ എന്ന് പറയുന്നത് 21,000-ൻ്റെ 40% ആയിട്ടുള്ള 8,400 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും ഇവിടെ ഇന്നർ കോളത്തിൽ രണ്ടും പ്രത്യേകം കാണിച്ചതിന് ശേഷം ഔട്ടർ കോളത്തിലേക്ക് ഇടുക. വർക്ക്സ് ഓൺ കോസ്റ്റ് എന്ന് ടോട്ടൽ ചെയ്യുക. ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത് വർക്ക്സ് ഓൺ കോസ്റ്റ് നമുക്ക് കിട്ടി. ഇതിൻ്റെയൊക്കെ പെർ യൂണിറ്റ് അപ്പുറത്ത് എഴുതാം. ഓക്കെ, ഇനി ഓഫീസ് ഓൺ കോസ്റ്റ്. ഓഫീസ് ഓൺ കോസ്റ്റിൽ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് 8,400 ആണ്. അതിൽ പ്രത്യേകിച്ച് വാരിയബിൾ ഫിക്സഡ് ഒന്നും പറയാത്തത് കൊണ്ട് അത് അങ്ങനെ നേരിട്ട് എഴുതി. അത് എഴുതുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് കിട്ടുക. വർക്ക്സ് ഓൺ കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓൺ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ഓൺ കോസ്റ്റ് ആഡ് ചെയ്യുക. സെല്ലിംഗ് ഓൺ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഫിക്സഡും വാരിയബിളും എഴുതണം. കാരണം വാരിയബിൾ 70% ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 30% എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ 9,600-ൻ്റെ 30% എന്ന് പറയുന്നത് 2,880 രൂപ ഫിക്സഡും ബാക്കിയുള്ള 70% എന്ന് പറയുന്നത് 6,720 എന്നുള്ളത് വാരിയബിളും ആണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റിന് ഡിവൈഡഡ് ബൈ 100 യൂണിറ്റ് ആകുമ്പോൾ ഒരു യൂണിറ്റിന് 96 രൂപയാണ് വരിക. സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. സെല്ലിംഗ് ഓൺ കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റാണ് കിട്ടുക. ഇവിടെ എന്തില്ല? സ്റ്റോക്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ കിട്ടിയത് ടോട്ടൽ കോസ്റ്റാണ് 1,02,000. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് 1,020 രൂപ കിട്ടും. ദെൻ പ്രോഫിറ്റാണ് നമുക്ക് അടുത്തത് കാണേണ്ടത് അല്ലേ? പ്രോഫിറ്റിന് നമുക്ക് എന്ത് ഇൻഫർമേഷൻ അറിയാം?
സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്. 1,17,000 തന്നിട്ടുണ്ട്. ആ സെയിൽസ് 1,17,000 എഴുതി കഴിയുമ്പോൾ ആ 1,17,000 നിന്ന് ടോട്ടൽ കോസ്റ്റ് 1,02,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് 15,000 കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റിലൊക്കെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക, കാരണം 100 യൂണിറ്റാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്യുക. ഇനി ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, പ്രീവിയസ് ഇൻഫർമേഷൻ വെച്ചിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1000 യൂണിറ്റ്സിന് എത്രയാണ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് 390 ആണ്. 1000 യൂണിറ്റാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് എത്ര വരും? 3,90,000. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 210 ആണ്, 210 ആണ്. അത് നമുക്ക് പ്രീവിയസ് കോസ്റ്റ് ഷീറ്റിൽ കിട്ടിയിട്ടുണ്ട്, 210 കണ്ടോ. അപ്പോൾ 210 × 1000 യൂണിറ്റ് ആകുമ്പോൾ 2,10,000. പക്ഷേ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 20% ലേബർ കോസ്റ്റ് കുറയും അല്ലേ. അപ്പോൾ 2,10,000-ൻ്റെ 20% എന്ന് പറയുന്നത് 42,000 രൂപയാണ്. അപ്പോൾ 2,10,000 നിന്ന് 42,000 ലെസ് ചെയ്യുമ്പോൾ 1,68,000 കിട്ടും. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 30 ആണ്, 1000 യൂണിറ്റ് ആണ്. അപ്പോൾ 30,000 കിട്ടും. മെറ്റീരിയലും ലേബറും എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി 5,88,000. ഇനി വർക്ക് സോൺ കോസ്റ്റ് കാണുമ്പോൾ ഫിക്സഡും വേരിയബിളും ഉണ്ട്. ഫിക്സഡ് എത്രയാണ്? ഫിക്സഡ് നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ നോക്കാം. ഫിക്സഡ് നോക്കൂ, വർക്ക് സോൺ കോസ്റ്റിൽ 12,600 രൂപയാണ്. ഓക്കെ, അപ്പോൾ അതന്നെ ആയിരിക്കും, ഫിക്സഡ് അല്ലേ, അതുകൊണ്ട് അതന്നെ എടുക്കുക. പക്ഷേ നമ്മളടുത്ത് എന്തോ മാറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് പാരഗ്രാഫിൽ, ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ ഫിക്സഡ് 12,600-ൻ്റെ കൂടെ 9,000 റുപ്പീസ് ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ 9,000 റുപ്പീസ് ഇൻക്രീസ് ഉള്ളത് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര വരിക? 21,600. ഓക്കെ അല്ലേ? അപ്പോൾ ഫിക്സഡിൻ്റെ കൂടെ 1000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വർക്ക് സോൺ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് 9,000 റുപ്പീസ് കൂടും എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കൂട്ടി കാണിക്കണം, 21,600. പിന്നെ ഒരു കാര്യം, വേരിയബിൾ ആണ്, അതായത് വർക്ക് സോൺ കോസ്റ്റിൽ വേരിയബിൾ പോർഷൻ. വേരിയബിൾ നോക്കിയേ എത്ര രൂപ ഉണ്ട്? 8,400 രൂപയാണുള്ളത്. ഇത് എത്ര യൂണിറ്റിനാണ്? 100 യൂണിറ്റിനാണ്. അപ്പോൾ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ എഴുതുക? 1000 യൂണിറ്റിലേക്ക് എങ്ങനെ മാറ്റുക? 8,400 രൂപയാണ് 100 യൂണിറ്റിനെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വരും? 84 രൂപയാണ് വരിക അല്ലേ. ആ 84 × 1000 യൂണിറ്റ്സ് ആകുമ്പോൾ 84,000 വരും. കണ്ടോ, 84 × 1000 = 84,000. എങ്ങനെ 84 കിട്ടിയേ? 8,400 / 100. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഈ വർക്ക് സോൺ കോസ്റ്റ് ആഡ് ചെയ്യണം. വർക്ക് സോൺ കോസ്റ്റ് ഇപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? ഫിക്സഡും വേരിയബിളും കൂടെ 1,05,600 രൂപ കിട്ടി. ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6,93,600 കിട്ടി. ഇനി ഓഫീസ് ഓൺ കോസ്റ്റിൻ്റെ കേസിലും സെല്ലിംഗ് ഓൺ കോസ്റ്റിൻ്റെ കേസിലും 25% ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓഫീസ് ഓൺ കോസ്റ്റ് 8,400 ആണ്. അതിൻ്റെ 25% കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ 25% നോക്കുക. 8,400 × 25 / 100 നോക്കൂ, 2,100 രൂപ കിട്ടും. അപ്പോൾ 8,400-ൻ്റെ കൂടെ 2,100 ആഡ് ചെയ്യുമ്പോൾ ഓഫീസ് ഓൺ കോസ്റ്റ് 10,500 കിട്ടി. അത് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കിട്ടുക 7,04,100. ഇനി അടുത്ത ഓവർഹെഡ് ഏതാ? സെല്ലിംഗ് ഓൺ കോസ്റ്റ്. സെല്ലിംഗ് ഓവർഹെഡിൽ ഫിക്സഡും വേരിയബിളും ഉണ്ട്. സെല്ലിംഗ് ഓവർഹെഡ് നോക്കൂ, ഫിക്സഡ് എത്രയാണ്? 2,880 രൂപ. കണ്ടോ, 2,880 രൂപയാണുള്ളത്. അതിൽ വേരിയബിൾ നോക്കൂ, 6,720 രൂപയാണുള്ളത്. ഇനി സെല്ലിംഗ് ഓൺ കോസ്റ്റിൽ നോക്കൂ, ഫിക്സഡ് 2,880 രൂപ, 25% കൂടിയിട്ടുണ്ട്. അപ്പോൾ 720 രൂപ ആഡ് ചെയ്യുക, അതായത് 3,600 രൂപ കിട്ടും. ക്ലിയർ അല്ലേ? 2,880-ൻ്റെ കൂടി 25% എന്ന് പറയുമ്പോൾ അതിൻ്റെ 2,880 × 25 / 100 വരിക. 720 രൂപ ആഡ് ചെയ്യുക, അപ്പോൾ 3,600 കിട്ടും. വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കി 6,720 രൂപയാണ്. അതെന്ന് പറയുന്നത് എത്ര യൂണിറ്റിനാണ്? 100 യൂണിറ്റിനാണ്. അപ്പോൾ ഒരു യൂണിറ്റിന്
20 പൈസ കിട്ടും, അല്ലെങ്കിൽ 67.20 കിട്ടും. ഇൻറ്റു 1000 ആകുമ്പോൾ നമുക്ക് 1000 യൂണിറ്റ്സിന് കിട്ടും. ഇത് 100 യൂണിറ്റിൻ്റെയാണ് 6720 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, 1000ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 67,200 കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സെല്ലിംഗ് ഓവർ ഹെഡ് എത്ര കിട്ടി? 70,800 രൂപ കിട്ടി. 70,800 കിട്ടി. അത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് കൂടെ നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, പ്രൈം കോസ്റ്റിന് കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തപ്പോൾ വർക്ക്സ് കോസ്റ്റ് കിട്ടി. വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇനി പ്രോഫിറ്റ് കാണണ്ടേ? പ്രോഫിറ്റ് എങ്ങനെ കാണുക? പ്രോഫിറ്റ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടു വെച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഇതാ 15,000 ആണ് പ്രോഫിറ്റ്. 15,000 പ്രോഫിറ്റ് എങ്ങനെയാവുമ്പോൾ, കോസ്റ്റ് 1,02,000 രൂപയാവുമ്പോൾ, 1,02,000 രൂപ കോസ്റ്റ് വരുമ്പോൾ പ്രോഫിറ്റ് 15,000 ആണ്. ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജ് കണ്ടു വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14.7058 അങ്ങനെയാവും കിട്ടുക. മനസ്സിലായോ? ഇങ്ങനെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ട് കോസ്റ്റിൻ്റെ മുള്ള കണ്ട് കേട്ടോ. 15,000 രൂപ പ്രോഫിറ്റ്, അത് കോസ്റ്റ് എന്ന് പറയുന്നത് 1,02,000 രൂപയാണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഇതാണ് പെർസെൻറ്റേജ് കിട്ടുക. ഈ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. നോക്കൂ, പ്രോഫിറ്റ് എത്രയാണ് നോക്കൂ, കണ്ട 15,000 ഡിവൈഡഡ് ബൈ 1,20,000 നേരത്തെ കണ്ടത്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ എമൗണ്ട് ടോട്ടൽ കോസ്റ്റ്, ഈ എമൗണ്ട് അതായത് 7,74,090 രൂപയാണ് എന്ത് വരുന്നത്? കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആ കോസ്റ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പ്രോഫിറ്റിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ട പെർസെൻറ്റേജ് ഉണ്ടല്ലോ 14.7058 എന്നുള്ളത്, അതേ ഇൻറ്റു ടോട്ടൽ കോസ്റ്റ് ചെയ്താലും കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പെർസെൻറ്റേജ് ഇൻറ്റു ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും? 1,13,956 1,13,956 രൂപ പ്രോഫിറ്റ് കിട്ടും. ഈ ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസും കിട്ടും. അതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ വർക്കിംഗ് നോട്ട് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.